ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് തുംദേന സാത്ത് മേരോ ഹംന എന്ന സീരിയലിൻ്റെ 19ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ തുടക്കത്തിൽ കാണിക്കുന്നത് അപരാജിതയുടെ വീട്ടിൽ ലളിത് എത്തിയതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ അപ്പുവിനെ കുറ്റപ്പെടുത്തുവാണ്. എന്താണ് ക്യാഷ് കിട്ടാൻ, എന്താണ് ലോണ് കിട്ടാഞ്ഞെന്നൊക്കെ പറഞ്ഞപ്പോൾ ലളിത് നിർത്ത് മതിയാക്കുന്ന ഇങ്ങനെ ഉച്ചത്തിൽ പറയണം. ഇവരിങ്ങനെ വഴക്കിടുന്നത് പുറത്തേക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ 3 പേരില്ലേ എപ്പോഴും ഇങ്ങനെ ഏഷണി പറയണവരും, അതിൽ 2 പേരും അവിടെ പച്ചക്കറി വാങ്ങുന്നതിനിടയ്ക്ക് ഇത് കേൾക്കുന്നുണ്ട്. അവർ പറയും മാലതിയുടെ വീട്ടിൽ വഴക്കോ, വേഗം വാ നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് ഇവർ ചെവിയൂരി വാതിലിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ലളിത് പറയണം മതി നിർത്ത്, ഇനി അവളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആരും എന്ന് പറയുകയാണ്. എന്നിട്ട് പറയണം നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ ഭാര്യയോട് എന്നെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ മോശമായി സംസാരിക്കാൻ തോന്നുന്നു ചോദിക്കണം. എന്നിട്ട് അവിനാശിനോട് ചോദിക്കണം, അവിനാശ് നിൻ്റെ ചേച്ചിയല്ലേ, എങ്ങനെയാണ് ചേച്ചിയോട് സംസാരിക്കേണ്ടത്? ആരുനോടും ചോദിക്കുന്നുണ്ട്. ആരും നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിനക്ക് വേണ്ടി അവൾ എന്തൊക്കെ കഷ്ടപ്പെട്ടതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ അയൽക്കാരിൽ വേറൊരു ചേച്ചി കൂടെ വരികയാണ്. അപ്പം മറ്റേ 2 പേരും അവിടെ കാതും വെച്ച് നിൽക്കുന്ന കാണുമ്പോൾ എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുക. ഇവിടെ പ്രോബ്ലം ഉണ്ട്, വേഗം വാ എന്നും പറഞ്ഞ് അവരെയും വിളിച്ച് അങ്ങോട്ടേക്ക് കയറ്റുകയാണ്. അപ്പോൾ ലളിത് പറഞ്ഞിട്ടുണ്ട്, ആരും നീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, ഇതൊക്കെ വളരെ തെറ്റാണ്. ഇങ്ങനെ എല്ലാവരും എൻ്റെ ഭാര്യേനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ്? അവളുടെ മാക്സിമം ശ്രമിക്കുന്നില്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അതും എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ അവിനാശും ആരും സോറി പറയണം. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയാണ്, അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഞങ്ങൾ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ്, മരുമോനതൊക്കെ ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ അവൻ പറയണം എന്ത് തന്നെ ആയാലും ഇവളെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല, ഞാനിവളെ എങ്ങനെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നറിയോ എന്നൊക്കെ പറയണം. അപ്പോൾ അപ്പു ഇത് കേട്ടിട്ട് പൊന്നു മാത്രമേ നോക്കിയിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും നോക്കിയിട്ടില്ല എന്നുള്ളൊരു ഇതിലിങ്ങനെ ചിന്തിക്കണം. അപ്പോൾ അപ്പൂൻ്റെ അച്ഛൻ പറയണം, അത് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ടല്ലോ ക്യാഷിന്, അപ്പോൾ ഇവളെ ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. അപ്പോൾ ലളിത് പറയണം, ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഒന്നാമത്തെ ശരിയല്ല, അവളെ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല, എല്ലാവരും ശ്രമിക്കണ്ടേ, അതിൽ ചിലപ്പോൾ ഒരാൾക്ക് കിട്ടിയെന്നിരിക്കും കിട്ടിയില്ലെന്നിരിക്കും, അതൊക്കെ സ്വാഭാവികമല്ലേ, നിങ്ങളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര ഡ്രാമ കാണിക്കാണ് അവിടെ കിടന്ന്. അപ്പോൾ ഈ സമയത്ത് അയൽക്കാർ ചേച്ചിമാർ പുറത്ത് നിന്ന് സീൻ പിടിക്കാനായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇയാൾ ഇത്ര പെട്ടെന്ന് തിലകിനും വരാതെ ഇപ്പം അർജൻറ്റായിട്ട് ഇങ്ങനെ കയറി വന്നപ്പോഴേ ഞങ്ങൾക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്തായാലും ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നുമില്ലല്ലോ, നിങ്ങളല്ലേ വിശ്വസിക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കണം. ഇതേ സമയം രക്ഷിത്തിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവൻ ആ കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ രക്ഷിത്ത് പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഇരുന്നാലെന്താ, 2 പേരും ഇങ്ങോട്ട് പോകാൻ, നമുക്ക് മീഡിയാസൊക്കെ വന്നിട്ടുണ്ട്, പ്രോഗ്രാം ലോഞ്ച് ചെയ്യണ്ടേ, നമുക്ക് കോമ്പറ്റീഷൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തണ്ടേ, എല്ലാവരും വരാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഹോളിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ രക്ഷിത്തിൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അവരിങ്ങനെ അച്ഛനും അമ്മേനെയൊക്കെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഈ ഈരയും അവിടെ അവൻ്റെ വല്യമ്മയും കൂടെ പറയണം, ഈ സുധയെ അങ്ങനെ അത്ര പെട്ടെന്ന് നമ്മുടെ കൈക്കലാക്കാൻ നോക്കില്ല. സുധ എന്ന് പറഞ്ഞാൽ ഈ രക്ഷിത്തിൻ്റെ അമ്മയാണ്. അവരെ നമ്മളുടെ പരിധിക്ക് വരുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നമ്മൾ വിചാരിച്ച പോലെയല്ല, അവരങ്ങനെ ഒന്നിനും സോപ്പിട്ടാൽ വഴങ്ങുന്ന ടൈപ്പല്ല, അതെനിക്കിന്നും മനസ്സിലായെന്ന് ഇര പറയണം. സുധ പറയണം, അവരെന്ന് വെച്ചാൽ കരണ്ട് പോലെയാണ്, ഇപ്പോൾ തൊട്ടാൽ ഷോക്ക് പിടിക്കും. അപ്പോൾ ഇര പറയണം, അവർ കരണ്ടാണെങ്കിൽ ഞാൻ ട്രാൻസ്ഫോർമറാണ്, അത് അങ്ങനെയൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ഏത് കരണ്ടിനെയും എനിക്ക് വരുതിയിലാക്കാൻ പറ്റുമെന്ന് ഇര ഇങ്ങനെ പറയണം. അപ്പോൾ വല്യമ്മ പറഞ്ഞ് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഈ സമയത്ത് ഇവരെന്തോ ഒരു ചതി പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അപ്പോൾ അപരാജിതയുടെ ഫ്രണ്ട് രശ്മി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ അവൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ആൻറ്റിമാരെല്ലാം കൂടെ അവളുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ പറയണ കേൾക്കാൻ നിൽക്കുന്ന വേറെയും കുറേ ആൾക്കാർ നിൽക്കുന്ന മുറ്റത്ത്. അപ്പോൾ ചോദിക്കണം, നിങ്ങളെല്ലാവരും എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കണം. ഒന്നുമില്ല, ജസ്റ്റ് നിന്നാന്ന് പറയാം. അപ്പോൾ രശ്മി അകത്ത് വന്നിട്ട്, നിങ്ങൾക്ക് എന്താ ബോധമില്ലേ, ഇതേ പുറത്ത് അയൽക്കാരൊക്കെ വന്ന് നിൽക്കുന്നു, ഇത്രയും നിങ്ങൾ സൗണ്ടിൽ സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ പെട്ടെന്ന് ലളിത് തിരിഞ്ഞ് അവളെ നോക്കുകയാണ്. അപ്പോഴാണ് രശ്മി കാണുന്നത്. രശ്മിക്ക് അപ്പൂൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ലളിത് ചോദിക്കണം, എന്താ രശ്മി സുഖമല്ലേ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രശ്മി ആകെ ഷോക്കായി, ഇയാളിതെപ്പോൾ കയറി വന്നു എന്നുള്ള രീതിയിൽ അവളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ രശ്മിയുടെ അമ്മേനെ വഴിയിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ അമ്മ എന്നെ കണ്ടില്ല എന്ന് തോന്നണം എന്നൊക്കെ ഇങ്ങനെ പറയണം. ഈ സമയത്ത് വീടിന് പുറത്ത് ആൻറ്റിമാരൊക്കെ കൂടെ പറയണം, ഇവളിപ്പോൾ ഇത്ര നമ്മളെ ചീത്ത പറയുന്നുണ്ട്, അവൾ മരുമോളായിട്ടൊന്നുമില്ലല്ലോ, ആവുമ്പോൾ പേടിച്ചാൽ മതി എന്ന് പറയണം. അപ്പോൾ ലളിത പറയണം, ഒത്തിരി സന്തോഷം രശ്മിനെ കണ്ടതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നല്ല പിള്ളയാവാൻ നോക്കുകയാണ്.
എന്തായാലും രശ്മി ഇപ്പോൾ വന്നത് നന്നായി, ഒരു 10 മിനിറ്റ് കഴിയുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളെ കണ്ടെന്ന് വരത്തില്ല, ഞങ്ങളിപ്പോൾ പോയേനെന്ന് ചോദിക്കുകയാണ്. പറയണം. അപ്പോൾ അപ്പൂൻ്റെ മോറെ പോവാനോ, എവിടെ പോവാൻ, ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് പോവാണെന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും സൗന്ദര്യപ്പിണക്കം കൊണ്ട് ആരുവിൻ്റെ തിലകിന് തന്നെ വരാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളെ സേവിക്കാൻ കിട്ടുന്നൊരു ചാൻസ് എന്തിനാണ് ഞങ്ങൾ വെറുതെ കളയുന്നത്, ഫുഡൊക്കെ കഴിച്ച് പതുക്കെ പോകാമെന്ന് പറയുകയാണ്. അപ്പോൾ അപരാജിത ആകെ പേടിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഞാൻ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ അവരും പേടിക്കുകയാണ്. അപ്പോൾ ലളിത പറയണം, അയ്യോ അത് ശരിയാകത്തില്ല, അപ്പോൾ എൻ്റെ ലോകമെന്ന് തന്നെ പറയുന്നത് അപ്പുവാണ്, അപ്പോൾ അവളില്ലാതെ വീട്ടിൽ കഴിയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിക്കാൻ വന്നത്. ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞ് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അത് AC ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, ആ ട്രെയിൻ പോയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, പിന്നെ ഒരു ടിക്കറ്റ് കിട്ടണ്ടേ. അപ്പോൾ അച്ഛൻ പറയുകയാണ്, അത് ടിക്കറ്റല്ല, അതിപ്പോൾ നിങ്ങൾക്ക് അവിടെ ടാക്സിയിലെത്താനുള്ള സാഹചര്യമാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിത്തരാം, അതൊന്നും പേടിക്കണ്ട, പിന്നെ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞാൽ അവനെ നിർബന്ധിക്കുകയാണ്. ഇത് കേട്ടിട്ട് അപ്പു പറയണം, ഞാൻ തിരിച്ചൊരിക്കലും വരത്തില്ല എന്ന് പറയണം. അപ്പോൾ ഇവൻ ഷോക്കാകാണ്, അവൾ അങ്ങനെ പറയുമെന്ന് ഓർത്തില്ല. എല്ലാവരും കേട്ടില്ലേ, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല എന്നിങ്ങനെ അവൾ തീർത്ത് പറയുകയാണ്. ഇത് കേട്ട് വീട്ടുകാരൊക്കെ ഷോക്കാകുകയാണ്, ഇത്രയും മാപ്പ് പറഞ്ഞിട്ട് ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ലളിതിനാകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അമ്മ തിരുത്തുകയാണ്. അമ്മ പറയുകയാണ്, അല്ല മോനെ, അവൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇത്ര പെട്ടെന്ന് പോകണ്ട, അപ്പോൾ അതൊക്കെ പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അപരാജിത പറയണം, അല്ല ഞാൻ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞതെന്ന് പറയാം. ഇത് കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്, ഇവളിപ്പോഴും ഇവിടെ മനസ്സ് മാറ്റിയില്ലേ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അച്ഛനിപ്പോൾ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നും ഇല്ല പറയാൻ, അച്ഛനൊന്നും മിണ്ടുന്നില്ല. പിന്നെ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ ഓഫീസാണ്. ഇങ്ങനെ രക്ഷിത്ത് ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതുകൊണ്ട് അമ്മ ചോദിക്കുകയാണ്, അല്ല എന്തിനാണ് നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കണം. അപ്പോൾ ഈര പറയണം, അതെ നീ ആദ്യമായിട്ടാണോ മീഡിയ ഫേസ് ചെയ്യുന്നത്, നീ എന്തോരം ഡിബേറ്റ് പ്ലേ ഗെയിംസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, അപ്പോൾ അതിലൊക്കെ നീ ജയിച്ചിട്ടുമുണ്ട്, അപ്പോഴൊക്കെ മീഡിയാസും ഉണ്ടായിരുന്നല്ലോ, അപ്പോഴൊക്കെ നീ പേടിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ എന്തിനാണ് ഇതിന് മാത്രം പേടിക്കുന്നത്, നീ ഞങ്ങളുടെ ഹീറോ അല്ലേ, ഞങ്ങൾക്കൊക്കെ കോൺഫിഡൻസ് ഇതായിരുന്നു നീയാണ്, പിന്നെ നീ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് ചോദിക്കണം. അപ്പോൾ അമ്മ അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ രക്ഷിത്ത് പറയണം, അങ്ങനെ ഞാൻ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ചെയ്ത കോമ്പറ്റീഷൻസോ ഇവിടെ വേറെ നടന്ന പ്രസ് കോൺഫറൻസോ പോലെ അല്ല ഇത് അച്ഛൻ്റെ സ്വപ്നമാണ്, അപ്പോൾ ഇതിലെങ്ങാനും ഞാൻ ഫെയിലായി പോയാൽ എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല, അതുകൊണ്ട് ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയണം. അപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ അവനെ കംഫർട്ട് ചെയ്യാൻ നോക്കുകയാണ്. രക്ഷിത്തിനോട് പറയണം, നീ അല്ലാതെ മറ്റാര് ജയിക്കാനാണ്, നീ ഒരിക്കലും തോക്കില്ല, ഇക്കാലത്ത് അച്ഛനമ്മമാരെ മക്കൾ മറക്കുന്ന കാലഘട്ടത്തിൽ നീ മരിച്ച എന്നെ ജീവിപ്പിക്കാൻ നോക്കുകയാണ്, എന്നുവെച്ചാൽ പുള്ളിയുടെ സ്വപ്നങ്ങൾ നേടിക്കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അയാളുടെ പോയ റെസ്പെക്റ്റും പുള്ളിയുടെ ആ വ്യക്തിത്വമൊക്കെ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നീ ഒരിക്കലും തോക്കില്ല, നീ ഇതുമായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളാനായിട്ട് അച്ഛൻ പറയുകയാണ്. നിൻ്റെ പേര് രക്ഷിത്ത് എന്നാണ്, അരവിന്ദ് ഭരദ്വാജിൻ്റെ മകനാണ്, അത് തന്നെയാണ് നിൻ്റെ ഐഡൻറ്റിറ്റി, അത് തന്നെയാണ് നീ കോൺഫിഡൻസ് ആയിട്ട് എടുക്കേണ്ടത്, എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്, അതുകൊണ്ട് നീ ഒരിക്കലും തോക്കില്ല, നീ അല്ലാതെ മറ്റാരിതിൽ ജയിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് അവനൊരു കോൺഫിഡൻസ് കൊടുക്കുകയാണ്. എന്നിട്ട് മറ്റേ ഹിമ്മത്തിൻ്റെ അറൗട്ട് ചെയ്യാൻ പറയുകയാണ്, നീ തന്നെയല്ല അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത്, ഇപ്പം നിനക്കാണ് അത് ഏറ്റവും ആവശ്യം എന്ന് പറയുക. എന്നിട്ട് നീ ധൈര്യമായിട്ട് വരണം പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ആ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ ഈരയും ബാക്കി ഫാമിലി മെമ്പേഴ്സും എല്ലാം കൂടെ ഹോളിലേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അപ്പോൾ ലളിതിൻ്റെ പ്ലാൻ ഏകദേശം അവിടെ വർക്കായി തുടങ്ങി. അപ്പോൾ പറയണത്, നിങ്ങൾ എന്തൊരു അമ്മയാണ്, ആ കത്ത് വായിച്ചിട്ടും ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എൻ്റെ അമ്മ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുക. എൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, എന്ന് വെച്ചാൽ ആ കത്ത് വായിച്ചിട്ട് എനിക്ക് അവിടെ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ട് എന്നോട് വീണ്ടും അങ്ങോട്ട് പോകാൻ പറയണമല്ലോ, നിങ്ങൾ സത്യത്തിൽ എൻ്റെ കൂടെ തന്നെയല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അമ്മയോടിങ്ങനെ പറയുവാണ്. അപ്പോൾ അമ്മ പിന്നെ അവളോട് പറയുകയാണ്, ഏത് ബന്ധത്തിലാണ് പ്രശ്നങ്ങളില്ലാത്തത്, എല്ലാ ബന്ധത്തിലും പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാനല്ല നോക്കേണ്ടത്, അത് പരിഹരിക്കാനാണ് നോക്കേണ്ടതെന്നൊക്കെ അവളോടിങ്ങനെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇതൊക്കെ ശരിയാകും, ഇതൊക്കെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ശരിയായിക്കോളും, ഇങ്ങനത്തെ ചെറിയ കാര്യത്തിനൊന്നും നീ വഴക്കുണ്ടാക്കില്ലേ. പിന്നെ അച്ഛൻ പറയാണ്, ആരുവിൻ്റെ കാര്യമല്ലേ, അത് ഞങ്ങൾ നോക്കിക്കോളാം, നീ പേടിക്കേണ്ട, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾ ആ ക്യാഷൊക്കെ സെറ്റായിക്കോളാം എന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ ഓഫീസാണ്. അപ്പോൾ അവിടെ മീഡിയാസൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് രക്ഷിത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട്.
എന്നിട്ട് രക്ഷത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അച്ഛൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുമ്പോൾ രക്ഷത്ത് പറയണം, അല്ല അച്ഛൻ അവിടെ നിൽക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയണം. എന്നിട്ട് മീഡിയാസിനോടൊക്കെ പറയണം, ഇതാണ് എൻ്റെ അച്ഛൻ, എൻ്റെ ഹീറോയാണ്, എൻ്റെ ഏറ്റവും വലിയ ധൈര്യം അച്ഛനാണ്, എനിക്ക് അമ്മയെയും ഈ ഫാമിലിയെയും ഒക്കെ തന്നത് അച്ഛനാണ്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം പുള്ളി തന്നെയാണ്. പിന്നെ ഇങ്ങനെ മഹേശ്വരി സാരി എന്നൊരു ഐഡൻറ്റിറ്റി തന്നെ തന്നത് അച്ഛനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അച്ഛൻ മഹേശ്വരി സാരിയിൽ വളരെ പ്രൊഫഷണലായിട്ടുള്ളൊരു നെയ്ത്തുകാരനാണ്. ഇതിനു വേണ്ടി ജീവിതകാലം മൊത്തം ആ ഒരു പ്രൊഫഷന് വേണ്ടി മാറ്റിവെച്ച ആളാണ്. അതുകൊണ്ട് ഈ കോമ്പറ്റീഷൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി മാത്രമല്ല, അച്ഛനെ പോലെ ഈ ഒരു പ്രൊഫഷന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ പേർക്ക് വേണ്ടിയിട്ടാണ്. വളരെ സെലക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കഴിവുണ്ടാകുള്ളൂ, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കോമ്പറ്റീഷൻ നടത്തുന്നതെന്ന് പറയുകയാണ്. എന്നിട്ട് അച്ഛനെ കൊണ്ട് തന്നെ ആ കോമ്പറ്റീഷൻ ലോഞ്ച് ചെയ്യിക്കുകയാണ്. അപ്പോൾ താനാ ബാന എന്നാണ് കോമ്പറ്റീഷൻ്റെ പേര്. അപ്പോൾ മീഡിയാസൊക്കെ ഇത് കവർ ചെയ്യുന്നുണ്ട്, ഈ പ്രോഗ്രാം ലൈവായിട്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന അപ്പൂൻ്റെ വീടാണ്. അപ്പോൾ അപ്പൂൻ്റെ ഫ്രണ്ട് രശ്മി അപ്പൂൻ്റെ അമ്മയടുത്ത് പറയണം, അല്ല നിങ്ങളാ കത്ത് വായിച്ചതല്ലേ, എന്നിട്ട് എന്താ അമ്മ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങളുടെ മോള് തന്നെയല്ലേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് രശ്മി ചോദിക്കണം. എന്ന് വെച്ചാൽ അവൾക്ക് അവിടെ ഒരു അധികാരമുണ്ട്, അവിനാശിനെ കല്യാണം കഴിക്കാൻ പോകണമുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അവൾ അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അമ്മ പറയണത്, നിങ്ങൾ ഏത് കത്തിൻ്റെ കാര്യമാണ് പറയണത്, ഇവളുടെ പരാതികൾ പറയണ കത്തോ? അതൊന്നും നമുക്കൊരു പ്രശ്നമായിട്ട് കണക്ക് കൂട്ടാൻ പോലും പറ്റത്തില്ല. ഇവർക്ക് അവിടെ കിട്ടാത്ത സൗകര്യങ്ങൾ മാത്രമാണ് അതിലുള്ളത്, അല്ലാതെ ലളിതിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നവും ഞങ്ങൾ നോക്കിയിട്ട് ആ കത്തിൽ കാണുന്നില്ല എന്ന് പറയണം. അപ്പോൾ ആകെ ഞെട്ടാണ്. എന്ന് വെച്ചാൽ ഞാനിതൊന്നും അല്ലല്ലോ അതിനകത്ത് എഴുതിയെന്നുള്ള രീതിയിൽ അവൾ നോക്കുകയാണ്. എന്നിട്ട് ചെറിയൊരു ഭീഷണിയുടെ സ്വരത്തിൽ പറയണം, അവൻ നിന്നെ വിളിക്കാൻ വന്നതാണെങ്കിൽ അവൻ നിന്നെ കൊണ്ടുപോകും, ഞങ്ങൾ ആരും തടയത്തില്ല, ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല, ഭർത്താവുള്ളിടത്തോളം കാലം വീട്ടുകാർക്ക് നിന്നിൽ ഒരു അവകാശവും ഇല്ല, അപ്പം മര്യാദയ്ക്ക് അവൻ്റെ കൂടെ പോകുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറയുവാണ്. അപ്പോൾ അപ്പു പറയണം, അച്ഛാ ഇയാൾ എന്നോട് എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ, ഇത്ര നാളെ ഞാൻ അവിടെ അനുഭവിച്ചെന്താണെന്ന് നിങ്ങൾക്കറിയോ എന്നൊക്കെ പറഞ്ഞ് അവളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ലളിത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അത് അവളുടെ സംസാരം ഡൈവേർട്ട് ചെയ്യാൻ നോക്കുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ ശ്രദ്ധ മാറ്റാൻ നോക്കുകയാണ്. ഇവൾ പല പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് ഇത് കത്തിലെഴുതിയ കാര്യങ്ങൾ പറയാനായിട്ട്, പക്ഷേ ഇവനത് സമ്മതിക്കുന്നില്ല. അവൾ പറഞ്ഞാൽ എന്തായാലും ഇവന് ഇടിയും കൊണ്ടേ പോകുള്ളെന്നറിയാം. അതുകൊണ്ട് ഇവനതൊന്നും അവളെ പറയാൻ അനുവദിക്കുന്നില്ല. പിന്നെയും പറയണം, നിനക്ക് എന്നോട് എന്താണ് ഇത്ര പ്രശ്നം, ഇത് ചെറിയ കാര്യത്തിനൊക്കെ എന്തിനാ ഇങ്ങനെ, അതും വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അടികൂടുന്ന എന്തിനാണ്, അപ്പോൾ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറയണം. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അത് ശരിയാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് സംസാരിക്കും, ട്രെയിനിന് ടൈമുണ്ടല്ലോ, നിങ്ങൾ മനസ്സുറന്ന് സംസാരിച്ച പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്ക്, എന്നിട്ട് നമുക്ക് സന്തോഷമായിട്ട് പിരിയാമെന്നൊക്കെ പറയണം. അപ്പോൾ ഇത് കേട്ടിട്ട് പേടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ റൂമിൽ കൊണ്ടു ചെന്നാൽ അയാൾ എന്തൊക്കെ ചെയ്യുമെന്ന് അവൾക്ക് പേടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് പറയുന്ന കേട്ടിട്ട് അവൾക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അവൾക്ക് പോയേ പറ്റുള്ളൂ. ഇവനാണെങ്കിൽ അവളെ നിർബന്ധിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ബാക്കി നിനക്ക് മുറിയിൽ വെച്ച് തരാമെന്നൊക്കെ ഉള്ള രീതിയിൽ അവളോടിങ്ങനെ സംസാരിക്കുകയാണ്. അവൾ പേടിച്ച് റൂമിൻ്റെ അകത്തേക്ക് വരികയാണ്. ഇത് റൂമിൽ കയറിയിട്ട് അപ്പോൾ പറയണം, എന്തിനാണ് എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും കൊല്ലാനായിട്ട് ഇങ്ങനെ എൻ്റെ പുറകെ തന്നെ വരുന്നത്, ഞാൻ എൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ്, നിങ്ങൾ എന്ത് മാജിക്കാണ് എൻ്റെ വീട്ടുകാരോട് ചെയ്തത്, നിങ്ങളുടെ ഫോൺ ആ നർമ്മദാ ഇവിടെ അമ്പലത്തിൽ വെച്ച് വന്നേ പിന്നെയാണ് ഇത്രയും ഇവരെന്നെ കമ്പൽ ചെയ്യാൻ തുടങ്ങിയത് എന്നെ അങ്ങോട്ട് തിരിച്ചു തരാൻ, നിങ്ങൾ എന്താണ് അവരോട് പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ കത്തിലുള്ളതൊക്കെ അറിഞ്ഞിട്ട് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനും മാത്രം നിങ്ങൾ എന്താ ചെയ്തതെന്ന് അപ്പൂടെ എഴുതിനോട് ചോദിക്കണം. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ പറയണം. അപ്പോൾ പറഞ്ഞേ, ബുദ്ധിയില്ലാത്തത് നിനക്കാണ്, എനിക്കല്ല, നീ എവിടെ പോയാലും ഞാൻ അറിയും, എന്ത് ചെയ്താലും ഞാൻ അറിയും, എല്ലാത്തിനും എൻ്റെ ആളുകൾ നിൻ്റെ പുറകെ തന്നെയുണ്ട് എന്നൊക്കെ പറയണം. എന്നിട്ട് നീ എന്തായാലും പേടിക്കണ്ട, സത്യത്തിൽ ഞാൻ നിന്നോട് ക്ഷമിച്ച് നിന്നെ കൊണ്ടുപോകാനാണ് വന്നേ, നീ പേടിക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ സംസാരിക്കണം. അപ്പോൾ അവൾ പറയണം, എൻ്റെ ജീവൻ പോയതിന് ശരി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കൂടെ ഇനി ഒരിക്കലും വരില്ല എന്ന് പറയണം. അപ്പം പറഞ്ഞാൽ, നീ എന്താണ് നിൻ്റെ വീട്ടുകാരോട് പറയാൻ ശ്രമിച്ചത്, ഞാൻ തല്ലിയെന്നോ കൊന്നെന്നോ ഒക്കെ നീ പറയാൻ ശ്രമിച്ചല്ലോ, എന്നിട്ട് എന്താ അവിടെ മിണ്ടാഞ്ഞ് എന്നൊക്കെ ചോദിച്ച് അവളിങ്ങനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ആ കത്ത് വായിച്ചിട്ട് അവരെന്നോട് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ നിങ്ങളെന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അവൻ പറയാണ്, അതിന് നീ അയച്ച കത്തല്ലല്ലോ അവർ വായിച്ചത്, ഞാൻ എഴുതിയ കത്തല്ലേ, അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവൾ എഴുതിയ കത്ത് ഇവൻ മാറ്റിയിട്ട് ഇവൻ എഴുതിയൊരു കത്താണ് അവളുടെ ബാഗിൽ വെച്ചത്.
അപ്പോൾ ഇതറിഞ്ഞിട്ട് അപ്പോൾ പേടിക്കണം. അപ്പോൾ ഓർക്കാണ് വെറുതെ അല്ല അവരെന്നെ സപ്പോർട്ട് ചെയ്യാത്ത, ഇയാളിങ്ങനെ ഒരു ചതി ചെയ്തെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ വെറുതെ അവരെ തെറ്റിദ്ധരിച്ചു, എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരൊരിക്കലും എന്നോടിങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയണം. എന്നിട്ട് ലളിത പറയണം, എന്നിൽ നിന്ന് നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല, നീ എൻ്റെ കൂടെ തന്നെ വരേണ്ടി വരും. ഇപ്പം ഞാൻ നിന്നെ കൊണ്ടുപോകാതെ പോയാലും അടുത്ത ട്രെയിനിന് നിൻ്റെ വീട്ടുകാർ നിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവിടും. അതുകൊണ്ട് നീ അക്കാര്യത്തിൽ പേടിക്കണ്ട, ഞാൻ കൊണ്ടുപോയില്ലെങ്കിലും എൻ്റെ വീട്ടിൽ നീ എങ്ങനെ വരുമെന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞവരെ ഭീഷണിപ്പെടുത്താണ്. അപ്പോൾ പറഞ്ഞു, നിനക്ക് ആ കത്ത് എവിടെ നിന്ന് കാണണോ, ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ആ കത്തെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട്, ഇതാണ് ഞാൻ എഴുതിയ കത്ത്, ഇതിപ്പോൾ തന്നെ ഞാൻ എൻ്റെ അച്ഛനോട് എല്ലാം തുറന്ന് പറയാൻ പോകാമെന്ന് പറയുമ്പോൾ അവനത് ചുരുട്ടിക്കൂട്ടി വാലിട്ട് വിഴുങ്ങാണ്. ഈ പറഞ്ഞ നേരത്തിന് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങായിരുന്നു. അതിന് നിൽക്കാതെ ഇവളിങ്ങനെ ഷോക്കായി നിന്നിട്ട് അവനതെടുത്ത് വായിലിട്ട് വിഴുങ്ങുകയാണ്. അപ്പോൾ ഇത് കണ്ട് അപ്പു കരയുവാണ്. അപ്പോൾ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ നീ, ഇതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്ത ആളാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവളെ പറഞ്ഞു, നിങ്ങൾക്ക് കത്തെല്ലാം നശിപ്പിക്കാൻ പറ്റുള്ളൂ, എൻ്റെ സംസാരം നിങ്ങൾക്ക് എന്ത് തടയാൻ പറ്റുമോ, ഞാനിപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയോടും പോയി കാര്യം പറയാൻ പോകണം, ഇത് നിങ്ങളുടെ വീടല്ല എൻ്റെ വീടാണ്, ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വലിയ കാര്യത്തിൽ വാതിലും തുറന്ന് പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. ആ സമയത്ത് ലളിത് ഇങ്ങനെ അറ്റാക്ക് വന്ന പോലെ താഴേക്ക് വീഴാണ്. അപ്പോൾ ഇവൾ ഓർക്കും, ഞാൻ പേപ്പർ വല്ലതും വിഴുങ്ങിയിട്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് ഓർത്തിട്ട് എന്തൊക്കെ പറഞ്ഞാലും ഭർത്താവല്ലേ എന്നുള്ള രീതിയിൽ അവൾ അടുത്ത് വന്ന് ചെക്ക് ചെയ്യാണ് എന്ത് പറ്റിയെന്ന് നോക്കിയിട്ട്. അവൻ്റെ പൾസ് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുമ്പോൾ ഇവനിങ്ങനെ ഞെട്ടി എണീക്കുകയാണ്. അവളിച്ചിരി പെട്ടെന്ന് അവൾ പേടിച്ചു പോയി. അപ്പോൾ പറഞ്ഞ്, ഇത് സത്യത്തിൽ ഞാനല്ല, ഇതിന് നടക്കാൻ പോണ കാര്യമാണ്, പക്ഷേ ഞാനല്ല വീഴാൻ പോകുന്നത്, എൻ്റെ അച്ഛനായിരിക്കും ഇങ്ങനെ വീഴാൻ പോണത്, അതുകൊണ്ട് ഈ സീൻ നീ ശരിക്കും ഓർത്ത് വെച്ചോ, നീ ഇപ്പം സത്യങ്ങൾ പോയി പറഞ്ഞാൽ അടുത്ത സീനിൽ നിൻ്റെ അച്ഛൻ ഇങ്ങനെ വീഴും. പിന്നെ നാട്ടുകാരൊക്കെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ പുള്ളിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നീ പതുക്കെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ അവൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ വീട്ടുകാരുടെ മനസ്സ് തകരും, അവരുടെ കുടുംബം തകരും, നീ കാരണം എന്തിനാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോണേ, അങ്ങനെ കുറച്ച് നാളുകൂടെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അവളും വിചാരിക്കുവാണ്, ഞാനതിപ്പോൾ പറഞ്ഞാൽ ആരുവിൻ്റെ കല്യാണം അടക്കം മുടങ്ങും, അവളും ആത്മഹത്യക്ക് ശ്രമിക്കും എന്നൊക്കെ ഓർത്തിട്ട് അവളിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ ഇതൊരു അവസരമാക്കി എടുത്തിട്ട് അവളെ കൂടുതൽ പേടിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ 19ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ കൂടുതൽ എപ്പിസോഡ് കാണാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.